സോ ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമായിട്ട്. പക്ഷേ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ടോം റൈഡർ എന്ന് പറഞ്ഞ ഗെയിമാണ് കേട്ടോ. ഇത് കുറേ വർഷം മുൻപ് ഇറങ്ങിയ ഗെയിമാണ്. പക്ഷേ വീഡിയോ കാണുന്നവരെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇനി തൊട്ട് ഞാൻ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് കളിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഈസി ലെവൽ സെലക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറിയുള്ള ഒരു കഥയാണ്, ഭയങ്കര വലിയ കഥ ഏതാണ്ട് തോന്നണേ. ഓക്കെ, ഇതാന്ന് തോന്നണു നായക. ഇതെന്താ പറ്റിയ ലാഗായി പോയാ? അയ്യോ, സബ്ടൈറ്റിൽസ് ഓണാക്കണം. ഇവിടെ ഒന്ന് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓ അപ്പൊ ഇതാണ് നായിക. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ ഡ്രാഗൺസ് ട്രയാങ്കിള് ജപ്പാനിലാന്ന് പറയണേ. ഓ ഇവിടെ എന്തോ പറ്റിയാണ് കേട്ടോ, നമ്മൾ ഷിപ്പിലാണ് ഇപ്പൊ. ഓക്കെ, സീൻ കഥയാന്ന് തോന്നുന്നു. ഓ എന്താ തോന്നി, ഗ്രാഫിക്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ വെള്ളം കയറി ഷിപ്പാണോ സബ്മറൈനാണോ ഒരു ഡൗട്ട്. ഓക്കെ, ഇവിടെ വെള്ളം കയറി. ഓ മരിച്ചു തോന്നുന്നു. ഓക്കെ, രണ്ട് ഈ സ്റ്റോറി തന്നെ കുറേ ഉണ്ടാവും തോന്നുന്നു. സിനിമാറ്റിക്. ഓ ശ്രീരാമോളെന്തോ ഒന്ന് എന്റെ മോനെ സീൻസാണോ. ഓ സീൻ ഓ സിനിമ അങ്ങോട്ട് അന്വേഷി പുഴയിലേക്ക് കേട്ടാ. പുഴയിലല്ല. ഓക്കെ, ആ പുള്ളിക്കാരൻ പിടിച്ചപ്പോ തെന്നിപ്പോയതാണോ കൈ, എന്താണ്ടൊക്കെ പറ്റി. നമ്മള് കടലിൽ വീണു. ഇവിടെ ഭയങ്കര ആഗ്രഹിക്കണു. ഓക്കെ ഓക്കെ, നമ്മളോട് പേരെന്താണെന്ന് പറഞ്ഞോളാട്ടാ. അതെനിക്ക് നമ്മളൊരു ഐലൻഡിലേക്ക് വന്നിട്ടാ. ഇതിന്റെ കഥ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ കുറെ ക്രിമിനൽസ് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അവരുടെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പോണതാ ഇതിന്റെ ഒരു കഥ. വെള്ളത്തിൽ മുങ്ങിയിട്ട് തിരിച്ച് ഇവിടേക്ക് വന്നു. അല്ല എത്തിയതാ, ഹെൽപ്പ് പോയിക്കണേ. ആരോ ഒന്ന് നമ്മളെ പിടിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, ഇൻട്രോയെ കാണിക്കണ്ട്. ഓക്കെ ഓക്കെ, ഇതേതാ സ്ഥലം? ഇവിടെ കുറെ അസ്ഥിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഒരു അസ്ഥിക്കൂടാണേ, കുറെ ആൾക്കാരെ കൊന്നേക്കണതാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഓക്കെ ഓക്കെ, ഇവിടെ പ്രൊഡക്ഷനാണ്, സിനിമ അടക്കണം. കൊള്ളാം. എനിക്ക് ഗെയിം ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായുണ്ട്, കുഴപ്പമില്ലാന്നോ. ഇവിടെ കുറെ ആൾക്കാരെ എന്തുട്ടാ ഇതേപോലെ വന്ന ആൾക്കാരെ കെട്ടിയിട്ട് കൊല്ലണ പരിപാടിയാന്ന് തോന്നുന്നു. നരബലി പോലെ അങ്ങനെയായിരിക്കും. ഇവിടെ എന്തോ റിച്വലാന്നോ എനിക്ക് കണ്ടിട്ട്. ഓ ഇവിടെ അങ്ങനെ കെട്ടിയിട്ടേക്കണെയാന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ, ഇവിടെ അങ്ങനെ കെട്ടിയിട്ടേക്കണെയാന്ന് തോന്നുന്നു അവന്മാര്. ഓ തല കുത്തിയാണോ നിക്കണേ. ഓക്കെ ഓക്കെ, കണ്ട് ഇവിടെ ഇതേപോലത്തെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് പെട്ടുപോയ ആൾക്കാര്, അവരൊക്കെ മരിച്ചെന്ന് തോന്നുന്നു. നമ്മൾ അത്രയും ജീവിച്ചിരിക്കണമെന്നുള്ളൂ തോന്നുന്നു. നമ്മളിപ്പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാനേ സബ്ടൈൽസ് ഒന്ന് ഓണാക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ സബ്ടൈൽസ് ഓണാക്കിയിട്ടാ. നമ്മുടെ അടുത്ത് എന്ത് പറയാ, മൂവ് ലെഫ്റ്റ് റൈറ്റാ.
ടൈം വിത്ത് സ്വിങ് ടു ബിൽഡ് മൊമെന്റിയമോ എന്താ ചെയ്യണ്ട? ഇങ്ങനെയാണോ? ആ ഇങ്ങനെ തന്നെ. ഓ നമ്മള് സൈഡിൽ തിരിഞ്ഞിരുന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. വീഴുന്നു. കയറ് പൊട്ടുകയും ചിലപ്പോ. നമ്മളപ്പോ ഇങ്ങനെ ചെയ്യണ്ടേ? ഓക്കെ. അയാളടിച്ച് താഴേക്ക് ഇടാൻ നോക്കണേന്ന് തോന്നുന്നു. ആ കത്തിയില് കത്തിക്കൂടെ പോണ്. അപ്പൊ നമ്മുടെ നായകർ എനിക്ക് ഇതേപോലെ മരിക്കണ്ടാവും ചെയ്യും തന്നെ. കാരണം നമ്മൾ അധികം വന്ന് ഇരിക്കണോന്ന് തോന്നുന്നു. വേണ്ട അവിടെ കഷ്ടം കിട്ടാ. ഓ അത് തലേ വന്ന് കാണാനേ. ഓക്കെ ഓക്കെ. ഇത് വേദന എടുക്കുമെന്നൊക്കെ പറയണേ. ഓക്കെ വേഗം വേഗം. ആ കൊണ്ടു. എനിക്കാണ് കത്തിയിട്ടത് ആ നമ്മളെ കെട്ടി വെച്ചാണ് സാധനം കൊട്ടുന്നു. നിനക്ക് ഇത്തിരി കൂടി സ്പീഡാക്കി ചിലപ്പോൾ ശരിയാവായിരിക്കും. കത്തി കത്തി കത്തി. ഓ സീൻ സീൻ എൻ്റെ മോനെ സീൻ. ഓക്കെ എടാ കമ്പിട. ഓ ഓ ഡാർക്കാട്ടാ. അത്യാവശ്യം ഇത്തിരി സീനായിട്ടുള്ളൊരു ഗെയിമാ. ഭയങ്കര സീനാ. കമ്പി തളച്ച് കയറി നമ്മൾ ഈ നിൽക്കാൻ പറയണ. ഓക്കെ എൻ്റെ പറഞ്ഞ ഇതുപോലെ തോന്നിയാ. ഓ നമ്മളത് പറിച്ചെടുത്തു കൂട്ടാ. ഓ ഇവിടെ മൊത്തം അസ്ഥി കൂടാലോ. ഇത് നമ്മളാന്ന് തോന്നുന്നു കൺട്രോൾ ചെയ്യേണ്ടത്. ആണാണ്. ഇവിടെ മൊത്തം അസ്ഥി കൂടാ. ചോറ് തെറ്റിപ്പോയതാ. ഇവിടെ മൊത്തം അസ്ഥി കൂടാ. അതേ നോക്കി. ഇവിടെ വന്നിട്ട് മരിച്ചുപോയ ആൾക്കാരോ തോന്നുന്നു. ഇവിടെ പെട്ടുപോയ ആൾക്കാർ. നമുക്ക് ഈ സ്ഥലമൊക്കെ നോക്കണം. ഇതില്ലേ ആ മരിച്ച ആൾക്കാരൊക്കെ. ഓക്കെ നമ്മൾ പോണം തോന്നും ഇങ്ങടേക്ക്. നായക്ക് ഒട്ടും വയ്യാന്ന് തോന്നുന്നു. ഓ കമ്പി തളച്ചത് ഡാർക്കായിരുന്നു കേട്ടാ. ഓക്കെ ഓ അവിടെ കുരിശി തെറച്ചേക്കണൂട്ട് വെച്ചേക്കണ് ആരെയോ. ഓ അത് നമ്മുടെ കൂട്ടുകാരത്തിയാന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രണ്ട് ആരാണ്ടാന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ ഓ എവിടെ സീനാടെ. ഇതെന്തോ റിച്വല്. ഇതെന്തോ റിച്വലായിട്ട് എനിക്ക് തോന്നണേ. റിച്വലായിരിക്കും മിക്കവാറും. അങ്ങനെ എന്തോ പരിപാടിയൊക്കെ കണ്ട. ഇവിടെ ക്യാൻഡിൽ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകില് ഇത് ഇവരുടെ ദൈവമാന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. ഇവിടെ മൊത്തം അസ്ഥി കൂടാ. എൻ്റെ മോനെ നമ്മളിനി എന്താ ചെയ്യണ്ടേ? ഇവിടെ ബ്ലോക്കാലോ. ഇവിടെ എന്താ പറയണേ? ഒബ്ജക്റ്റ് ഫയർ ഈസ് നീഡഡ് ടു ഇഗ്നൈറ്റ് ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ നമുക്ക് വേണ്ടത് തീ വേണം എന്ന് പറയണേ. നമ്മളെവിടെ നിന്ന് എടുക്കണേ? അതൊക്കെ എവിടെ നിന്ന് എടുക്കണേ? ഇതാണോ? ആ ഇതന്നെ ഇതന്നെ. ഓ ടോർച്ച് വേണ്ടേ. ഓക്കെ നമ്മളത് എടുത്തന്നെ ഇട്ടാ. ഓ നമുക്ക് ടോർച്ച് ന്യൂ ഗിയർ അക്ടിവേറ്റ് ആയിട്ടുണ്ട്. കേട് തൊടുമ്പോ തന്നെ നിങ്ങളെ എന്തിട്ട് ഭയങ്കര ശോഭ തന്നെ. നമ്മൾ കത്തിക്കണം എന്ന് തോന്നുന്നത്. ആ ഓക്കെ ഇതേപോലെ കുറേ മിഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ ഓക്കെ എന്തായാലും പൈലറ്റ് വന്ന അല്ല പൈലറ്റ് സോറി ഷിപ്പിൽ വന്ന ആൾക്കാരാ തോന്നുന്നു മൊത്തവും. ഇവിടെയൊക്കെ വെള്ളച്ചാട്ടാ. വെള്ളം ഇതായിട്ട് വരാ. ഓക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം തോന്നുന്നു. മൊത്തം മഴയോ. ഒരു മിസ്റ്റീരിയസ് സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളിത് എവിടെ എത്തിയണ? ഇവിടെ നമ്മുടെ അടുത്ത് അറിയണത് പ്രസ് ടു എക്സാമിൻ ദ എൻവയോൺമെന്റ്. ഓക്കെ ഞാൻ നെക്കേണ്ടിട്ടാ. ഓ എനിക്ക് തോന്നണത് നമുക്ക് ഹിന്റ് തരാനാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ സാധനം കൊടുത്ത് അങ്ങനെയൊക്കെ ഹിന്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു. ഓക്കെ കണ്ടിട്ട് നമ്മൾ ഇത് കണ്ട ഈ മനുഷ്യനെ കെട്ടി തൂക്കണത് ഇത് നമ്മൾ കത്തിക്കണായിരിക്കും. അപ്പം അത് അവിടെ ചെന്നിട്ട് ബോംബ് ഇട്ട് വയ്ക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു.
നമുക്ക് ഇവിടുന്ന് കത്തിക്കാം, ടോർച്ച് കത്തിക്കാം, എന്നാൽ അവിടെ ചാടാൻ. ഓ ഇവിടെ എന്തടേ കൊടുക്കട്ടെ, നമ്മുടെ അടുത്ത് കത്തിക്കാനോ പറയണോ? ഓക്കെ ഓക്കെ, അതന്നെ പരിപാടി. എടാ സീനായിക്കൂടെ? ഒഴിക്കോ? അയ്യോ, സീനയ്ക്കും അത് പൊട്ടിത്തെറിക്കായിരിക്കും ചിലപ്പോ. ഇപ്പൊ തന്നെ അത് പൊട്ടിത്തെറിക്കും. ഓക്കെ ഓക്കെ, ആവണ്ടിട്ടാ. പൊട്ടും, ഇപ്പൊ പൊട്ടും. ഓ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാ സ്റ്റീം സാധനം. ഇത്തിരി ആകെ അടിക്കണമുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചാടി ഇതിലേക്ക് എത്തി. ഒരു പാർക്കൂർ ഗെയിമാണ്. പാർക്കൂർ നമ്മളതിൻ്റെ അടിയിൽ കൂടെ പോകണം എന്നാണല്ലേ. ഇങ്ങനെ കാണാറേണ. അയ്യോ ഇങ്ങനെയാ പറ്റുള്ള. ഓ എടത് പറ്റാ. ഇത് നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആൾക്കാരാണ്. അത് ഇത്തിരി പണിയായിരുന്നു കേട്ടോ. എനിക്കെന്താ മെക്കണ്ടേപോലെ ഇത്തിരി സമയം പിടിച്ചത് ഇതാക്കാൻ. നമ്മളിപ്പോ ഏത് സ്ഥലത്ത് എത്തിയേക്കണം എനിക്ക് മനസ്സിലാവുള്ള. ഇവിടെ ഇലയൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് പറയണത് ഇനിയും പോവാനാ പറയണ. ഓക്കെ, ഇവിടെ എന്താണ് കൊടുത്തണ്ട കേട്ടാ. പോടേ I just trying to help you. എവിടെ എന്താണ് ഇതൊക്കെ ചോദിക്കണ്ട്. ഇപ്പൊന്നും മനസ്സിലാവുള്ള. ഇവിടെ മുങ്ങണ്ടിട്ടാ. ഏകദേശം നല്ല ഗെയിമാണിത്. എനിക്കിഷ്ടമായി സത്യം പറഞ്ഞാൽ. പാർക്കറൊക്കെ എനിക്കിഷ്ടമാണ്. പാർക്കർ ഗെയിംസ് ഒക്കെ എനിക്കിഷ്ടമാണ്. ചാടി പോകുമ്പോൾ സീനേക്കും. ഓക്കെ, മേളി തൊട്ടട്ടാട്ട പോണാണ്. രണ്ട് ഒരു ഇതിലിട്ടാഞ്ഞു. അവിടെ വെള്ളച്ചാട്ടം പിന്നിട്ടാ. സീൻ തന്നെ. ഇവിടെ അസ്ഥിക്കൂടും ഇല്ലാത്ത സ്ഥലമില്ല. നമ്മൾ നടക്കണത് അസ്ഥിക്കൂടത്തിലാണ്. അതാണ് വേറെ ഒരു ഇത് കണ്ട. മൊത്തം അസ്ഥിക്കൂടാ റിച്വൽസ് ചെയ്തിട്ട്. ഫൈൻഡ് എ വേ ഔട്ട് എന്നാ പറയണേ. നമ്മൾ ടോർച്ച് കിട്ടൂട്ടാ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ പ്ലെയിനൊക്കെ ക്രാഷ്. ഇവിടെ വലിയ സ്ഥലമാട്ടോ. അവിടുന്ന് വെളിച്ചം വന്നിട്ടുണ്ടാകും. ഇത് പുറത്തേക്കുള്ള വഴി. ഇവിടെ മൊത്തം ബോംബാണ്. നമ്മുടെ അടുത്ത് അറിയണത് press Q to highlight objectives. ഓക്കെ. ഓ ഈ വഴിയാണ് തോന്നുന്നു നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ക്യൂ നിൽക്കാൻ അറിയണം. ഈ ക്യൂ നിൽക്കാൻ ഹിൻസ് വരും. അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. അപ്പം നമുക്ക് സിമ്പിളാലോ. ഓക്കെ, ഇവിടേക്കാണ് തോന്നുന്നു പോകണ്ട. ഓക്കെ, വേറെ എന്തെങ്കിലുണ്ടോ? അല്ല, ഇവിടേക്ക് പോകണമെങ്കിൽ നമ്മളെന്താ ചെയ്യണ്ടേ? കത്തിക്കണേ. നമ്മുടെ അതിൽ ലൈറ്ററില്ലല്ലോ. അവിടെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യൂ നോക്കി നോക്കട്ടെ. അവിടെ എന്തോ പരിപാടി ഉണ്ട്. അവിടെ എന്താണ് ചെയ്താലാ ഇവിടെ എന്തൊക്കെ വരുള്ളൂ. അത് മനസ്സിലായി. അവിടെ തീയുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ടോർച്ച് കത്തിക്കാൻ തിരിച്ച്. എനിക്ക് എന്നിട്ട് നമ്മള് ഈ ഇത് കണ്ട ഇത് കത്തിക്കണായിരിക്കും അല്ലേ? ആണ്. ഞാൻ വിചാരിച്ചു അതുണ്ടായിരിക്കും. ഓക്കെ, ഇതും കത്തിക്കണം. എന്നാ അതും കത്തിച്ചേക്കാം. അപ്പൊ ഇത് മേളിലേക്ക് പോകണ്ടിട്ടാ. എന്താന്ന് പോലും മനസ്സിലായില്ല. ഇത് മേളിലേക്ക് പോയി നമ്മളെന്താ വേണ്ടേ? നമ്മുടെ മേളിലേക്ക് കയറി നോക്കാം. ഓക്കെ, ഇവിടെ എല്ലാ സാധനം മറിഞ്ഞും കിട്ടിയില്ല. ഈ സാധനം മൊത്തം മറിഞ്ഞും കിട്ടിയിട്ടുള്ളൂ. വല്ലാത്തൊരു സീൻ പ്ലേസാട്ടാ. അവിടെ എന്താണുണ്ടല്ലോ
എന്തോ ഓക്കെ ഇവിടെ എഫ് വെച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് ഓക്കെ ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് കേട്ടാ. നമ്മൾ വീണ്ടും നിൽക്കി എന്താ സംഭവിക്കണം എനിക്കത് മനസ്സിലാവണല്ല. നമ്മൾ വേഗം ഇറങ്ങട്ടെ. ക്യൂ നോക്കി നോക്കാം. നമ്മൾ എനിക്കാനായിട്ട് ഇവിടേക്ക് ചാടണം എന്ന് തോന്നുന്നു. ചെയ്യാലോ, ചാടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഭയങ്കര ദൂരത്തത്. 1 2 3 ബമ്പര 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 എത്തി എത്തി എത്തി. അപ്പം അത് മേളിലേക്ക് പോകണ്ടിട്ടാ. അത് മേളിലേക്ക് പോയി അവിടേക്ക് ഈ വേസ്റ്റ് അല്ല ഈ ബോക്സുകളെല്ലാം വീഴും. നമ്മൾ തിരിച്ച് മേളിലേക്ക് പോകണം. എന്താ പരിപാടി? നമ്മൾ അവിടെ അങ്ങനെ ഒന്നുമില്ല. തിരിച്ച് താഴേക്ക് വന്നിട്ടാ. ഇവിടെ എന്താ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്കാണിട്ട് നമ്മളത് കത്തിക്കണം. എന്നിട്ട് നമ്മൾ ആ എഫ് വെച്ച് പിടിക്കുമ്പോൾ ഇതെല്ലാം തെറിച്ച് അങ്ങടേക്ക് പോയിരിക്കും. അങ്ങനെയായിരിക്കും. വെള്ളച്ചാട്ടമൊക്കെ ഇവിടേക്ക് വന്നിട്ട് സീൻ തന്നെ. അല്ലേ നമ്മൾ വേറെ എന്തെങ്കിലും വഴി വയ്ക്കും. അല്ല അങ്ങനെ തന്നെ. ഷോ എനിക്ക് ഭയങ്കര ബുദ്ധിയൊക്കെ വരും. 200 ആയിക്കോട്ടെ. അത് കത്തി കണ്ടിട്ടാ നമ്മളിത് ഇനി താഴേക്ക് ഇടും. അങ്ങനെ തന്നെയാടേ. ഓക്കെ അയ്യോടെ വെള്ളമുണ്ടല്ലോ. അത് കുഴപ്പമില്ല. മൊത്തം പോകുമ്പോഴായിരുന്നു നമ്മൾ പോകണം എന്ന് പറയണേ. ഇവിടുന്ന് പോകണം എന്ന് പറയണേ. ഓക്കെ നമുക്ക് പോവാം. സ്പീഡാക്കടേ. കല്ലൊക്കെ മറിഞ്ഞു വീണു. അത് ഭയങ്കര ഒരു എക്സ്പ്ലോഷനായിരുന്നു കേട്ടോ. ഓക്കെ ഓയ്യോ കല്ലു ഓ സീൻ എന്തടേ. അയ്യോ വീണു മനുഷ്യ. ഓ നമ്മൾ കൺട്രോൾ ചെയ്യണത്. ആ മുൾച്ചെടി പോലെ ഇടിച്ച്. നമ്മൾ പോണം വീട് പോണോട്ടെ. പുറകിൽ എന്താണൊക്കെ സംഭവിക്കേണ്ടത്. ഓ ഇവിടേക്കൊരു വലിയ ചാത്തുണ്ടെന്ന് തോന്നുന്നു. ചാട്. ഓ സീൻ എനിക്കിട്ടേ സീൻ ചാടി. മൊത്തം സീനായിരിക്കണം കേട്ടോ. ഓഹോ വീടല്ലേ കേറി പുറകിൽ എന്താണൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓ അയ്യോ വീണ്ടും പുള്ളിക്കാരൻ വന്നു. അയ്യോ ഓക്കെ എന്താ എഫ് ഒക്കെ ആണ് പറയണ. മരിക്കൂട്ടാ. ഓർഡർ ഇനിയുണ്ട്. ഞാൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മേളിലേക്ക് അവിടെ സൺലൈറ്റ് ഉണ്ട് കേട്ടോ. ചാട്. അയ്യോ പടി കിട്ടി. വീണു. ഇല്ല കേറ്. മേളിലേക്ക് കയറി. ഓ ടോർച്ച് പോയിട്ടോ നമ്മുടെ. അതൊന്നും അധികം സീനില്ല. മേളിലേക്ക് കയറി. നമ്മുടെ അടുത്ത് പറയണത് നക്കാട് പറയണത് ഇങ്ങനെയല്ലേ. ഇങ്ങനെ അത് കുറെ കൺട്രോളിങ് ഉണ്ട്. ഞാൻ 2 കാറ്റാച്ചാൽ നക്കണാണ്. ഓക്കെ 2 ഇതാക്കുന്നില്ല. കല്ലു. ഓ അപ്പൊ കല്ല് വരുമ്പോൾ നമ്മളെടുത്ത് അതേ സൈഡിൽ കൂടെ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കണം. അങ്ങനെയൊക്കെയല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കണം. ഓക്കെ ഓ വീണ്ടും കല്ല്. വല്ലാത്ത പണിയാട്ടോ. സത്യം പറയാതെ അത് വലിയ സീനാ. ഭയങ്കര പോലെ പറ്റാവുന്ന സ്ഥിതി നിൽക്കുന്നുണ്ട്.
ഓക്കെ, നമ്മൾ വെളിച്ചം കണ്ടു കേട്ടോ. നമ്മൾ എത്തി 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 എത്തി. ഓക്കെ, നമ്മൾ പുറത്തെത്തിയുണ്ട് കേട്ടോ. അപ്പം അതെത്തിരി സീനായിരുന്നു. അകത്ത് വെച്ചോളത് വേറെ ലെവലായിരുന്നു. പക്ക ഒരു സിനിമ പോലെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സിനിമയുണ്ട് ടോം റൈഡർ എന്ന് പറഞ്ഞു. അത് നിധി കണ്ടെത്തണ എന്തോ സിനിമയാണ്. ഓക്കെ, നമ്മൾ പുറത്തെത്തിയിട്ടാ. ഇവിടെ പ്ലെയിൻ ക്രാഷ്. ഇത് മൊത്തത്തിലൊരു ഈ ഐലൻഡ് ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാരുള്ള ദുഷ്ടന്മാരുള്ള ഐലൻഡാ. അപ്പം അവന്മാർ ഇത്തിരി സീനാ. ആ നേരത്തെ വന്നവന്മാരില്ലേ നമ്മളെ പിടിക്കാൻ വന്നത്, അവന്മാരൊക്കെ സീനാ. ഓ സൺലൈറ്റ് ടോം റൈഡർ ഇൻട്രോയൊക്കെ ആയിട്ടാ. ഓ സി ഓക്കെ, നമുക്ക് HP കൂടി 300 ആയിട്ടാ. ഓക്കെ, നമ്മളിവിടെ എത്തി. ഗൈസ്, ഇത്രയാണ് നമ്മുടെ ടോം റൈഡറിൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ടോം റൈഡർ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടാവുന്നതാണ്. പിന്നെ എനിക്ക് ഈ ഗെയിം ഇഷ്ടമായിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.